കഴിഞ്ഞ 5 വർഷത്തോളമായി 2019 നമുക്ക് ഓഗസ്റ്റ് 9-ാം തീയതി ദേശീയ വ്യാപാരി ദിനമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച് ഈ ദിവസം വ്യാപാരികൾക്കായി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനവും കൂടിയാണ്. വ്യാപാരികളുടെ നേട്ടങ്ങൾക്കും അവർ കൈവരിച്ച നേട്ടങ്ങളെ സംരക്ഷിക്കുന്നതിനും ഈ മേഖലയുടെ വികാസത്തിനും പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയുടെ വികാസത്തിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യാപാർ ഉദ്യോഗ മണ്ഡൽ എന്ന ദേശീയ തലത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംഘടിപ്പിക്കുന്ന സംഘടന ഇത്തരത്തിലുള്ളൊരു ആവശ്യമായി ദീർഘനാളായി കേന്ദ്ര ഗവൺമെൻറ്റിനോടും മറ്റ് സംവിധാനങ്ങളോടും പദപൊരുതിയിട്ടാണ് നമുക്ക് ഈ ദിവസം നമുക്ക് അനുവദിച്ച് കിട്ടിയത്. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഈ മേഖലയിൽ വ്യാപാരം ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ചെറുകിട വ്യാപാര മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെയും ഇന്ന് നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്തും ഈ ദിവസം നമുക്ക് കരഗതമാകാനുള്ള ഒരു ദിവസം കൂടിയാക്കി നമുക്ക് ഈ ദിവസത്തെ മാറ്റണം. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്കിന്ന് നമ്മുടെ കൊടി ഉയർത്തി നമുക്ക് ഈ വ്യാപാരി ദിനം ഇന്ന് സമുചിതമായി ആചരിക്കാനാണ് നമ്മളിന്നെല്ലാം ഈ കൊടിമരത്തിന് ചുറ്റും ഈ പതാകയ്ക്ക് ചുറ്റും നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. 1980-ലാണ് കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന രൂപം നൽകുന്നത്. ഇന്ന് 10 ലക്ഷത്തിലധികം വ്യാപാരികൾ ഈ സംഘടനയിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണ ചിന്തകളൊന്നുമില്ലാതെ ഒരു പുറത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ശക്തമായ സംഘടിതമായ ഒരു വലിയ പ്രസ്ഥാനമായി ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻപ് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും അതിന് രൂപം നൽകുവാനും നേതൃത്വം നൽകിയ മഹാനന്മാരായിട്ടുള്ള നേതാക്കളാണ്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ആശംസ നേർന്നുകൊണ്ട് പതാക ഉയർത്തുന്നതായിട്ട് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ജൂലി മാർഗസ് വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ദിനം സിന്ദാബാദ്, ഓഗസ്റ്റ് 9 സിന്ദാബാദ്, ജയ് 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 വ്യാപാരി ദിനം, ജയ് ജയ് വ്യാപാരി ദിനം. തന്നെയും നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സർ ഡൽഹിക്ക് പോയിരിക്കുകയാണ് പത്രസമ്മേളനം നടത്തുന്നതിനായിട്ട്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്നതിനും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞ ഈ വർഷം നമുക്ക് വളരെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായ നല്ല രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ആവേശപരമായിട്ട് നമുക്ക് ഇതിനെ ആഘോഷിക്കുന്നതിന് പ്രത്യേക സാഹചര്യത്താൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമുക്ക് വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കത് സാധിക്കില്ല. എന്നിരുന്നാലും വളരെ ചുരുങ്ങിയൊരു പരിപാടി കൊണ്ട് നമ്മൾ